ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനാ അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനാ കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ. ജീവൻ വെടിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനാ അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനാ കുഞ്ഞാടായി നീ മാറണം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. നല്ല ഒരു ഇടയൻ നിങ്ങൾക്കായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വേദപുസ്തകത്തിൽ ദൈവത്തെ ഇടയനായി ചിത്രീകരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇടയൻ, വഴി നടത്തുന്ന ആൾ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോഴും വഴി കാട്ടി ഇടയൻ എന്ന് പറയും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം പറയാണ്, മോഷ്ടിപ്പാനും 10:10 പറയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നത്. ഞാൻ നല്ല ഇടയനാണ്. യേശു പറയാണ്, ഞാനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ആടുകൾ, യേശു ഇടയനും നാം ആടുകളുമാണ്. പക്ഷേ ആടുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെന്നായുടെ കയ്യിൽ ചെന്നകപ്പെടാതെ ഇരിക്കാൻ, പിശാചിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ആ ഇടയൻ്റെ ശബ്ദം ദിനംതോറും കേൾക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് തിരുവചനം, ദൈവവചനം. ഈ ശബ്ദം കേൾക്കുന്നവർ ഒരു കാരണത്താലും ലജ്ജിച്ച് പോകേണ്ട വരത്തില്ല, തകർന്നു പോകേണ്ട വരത്തില്ല. കാര്യം ഇടയൻ്റെ ശബ്ദം അത് അനുഗ്രഹത്തിൻ്റെ ശബ്ദമാണ്. ഇടയൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ ശബ്ദമാണ്, സൗഖ്യത്തിൻ്റെ ശബ്ദമാണ്. ഇത് നിത്യജീവൻ്റെ ശബ്ദമാണ്, നിത്യജീവൻ്റെ മൊഴികളാണ് ഇടയൻ്റെ ശബ്ദം. നാം ദൈവവചനം പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ ഏലി പുരോഹിതൻ്റെ കാലഘട്ടത്ത് ഏലി പുരോഹിതന് ശുശ്രൂഷ ചെയ്തു വന്നു ശമൂവേൽ ദൈവശബ്ദം കേൾക്കുന്നു. പുരോഹിതൻ്റെ സന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ആ കാലത്ത് ദൈവശബ്ദം വിരളമായിരുന്നു. ആ സമയത്ത് ശമൂവേൽ ബാലൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. എന്നിട്ട് പുരോഹിതൻ്റെ അടുത്ത് ഓടിച്ചെല്ലുകയാണ്. അവന് തിരിച്ചറിഞ്ഞില്ല ദൈവം സംസാരിക്കുക. എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, നീ പോയി കിടന്നോളാൻ പറഞ്ഞു. വീണ്ടും അവനെ ശബ്ദം കേൾക്കുകയാണ്. അവൻ വീണ്ടും പുരോഹിതൻ്റെ അടുത്ത് ഓടിച്ചെന്നു, എന്നെ വിളിച്ചോ അടിയൻ ഇതാന്ന് പറയുമ്പോൾ പറഞ്ഞല്ല, നീ പോയി കിടന്നു. പിന്നീടാണ് ഈ പുരോഹിതനും മനസ്സിലായത്, ഇത് മനുഷ്യനല്ല സംസാരിക്കുന്നത്, ഇടയനാണ്, ദൈവമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇനിയും പറയണം, വിളിക്കുമ്പം പറഞ്ഞു, അരടി ചെയ്യണേ, അടിയൻ കേൾക്കുന്നു എന്നങ്ങ് പറയണം. അങ്ങനെ മൂന്നാമതും ദൈവശബ്ദം ഉണ്ടായി, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞ്
ശമൂവേൽ ദൈവശബ്ദം കേൾക്കുന്നു. ഇന്ന് അനേകർ ദൈവശബ്ദം കേൾക്കാതെ പോകുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത കൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കാതെ പോകും. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു. എന്നാൽ ഇവിടെ പറയണം, മാംസളമായ ഹൃദയത്തിലാണ് വാസ്തവമായി ദൈവശബ്ദം കേൾക്കുന്നത്. ആത്മാവിൻ്റെ സഹായത്തോടുകൂടിയാണ് നമുക്ക് ദൈവീയ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. ദൈവശബ്ദം കേൾക്കണം, ഇന്ന് കേൾക്കണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നാം ദൈവശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇവിടെ പറയണം, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കാൻ ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ അറിഞ്ഞു. ദൈവവഴി അറിയത്തില്ല, കാരണം ഹൃദയം കഠിനപ്പെട്ടു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ക്രോധത്തിൽ സത്യം ചെയ്തു. എന്നിട്ട് പറയണം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത് ഇരുപ്പാൻ നോക്കുകയും നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടത്. ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിച്ചു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നു. ഇന്ന് ആ ദൈവശബ്ദം നമുക്ക് കേൾക്കാം. ആ യേശുവിൻ്റെ ഇമ്പമായ ശബ്ദം കേൾക്കാം. ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നാം മത്സരിച്ചു പോകത്തില്ല, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകത്തില്ല. ദിനംതോറും നമുക്ക് ദൈവശബ്ദം കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് നാം വായിച്ചത്, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ശബ്ദം കേൾക്കുന്ന മാത്രമല്ല, അവനെ അനുഗമിക്കുകയാണ്. അന്യന്മാരുടെ ശബ്ദം അവർക്കറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അന്യനെ അനുഗമിക്കുന്നില്ല. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായത്തിൽ തന്നെ പറയുകയാണ്, 27-ാമത്തെ വാക്യത്തിൽ പറയണം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. എന്നിട്ട് പറയാം, ആ ശബ്ദം കേൾക്കുന്ന ആടുകളെ പറയണം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവർക്ക് നിത്യ ജീവനെ കൊടുക്കും. നമുക്കിന്ന് പ്രഭാതത്തിൽ ഈ നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കാം, യേശുവിനെ അനുഗമിക്കാം, നിത്യജീവൻ്റെ അവകാശികളായിത്തീരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ, ജീവൻ വെടിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ, നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനാ അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനാ കുഞ്ഞാടാ